ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നേക്കുന്നത് വാണ്ടറിഞ്ചു പ്ലാന്റിനെ പറ്റി നിങ്ങൾക്കുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അതിനൊക്കെ ഒരു മറുപടിയായിട്ടാണ്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ പുതിയതായിട്ട് വാണ്ടറിഞ്ചു പ്ലാന്റ് കൊണ്ട് ചെയ്തിട്ടുള്ള കുറേ സെറ്റിങ്സ് ഉണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ച് പോകാം എന്ന് തന്നെ കരുതിയിട്ടാണ്. അപ്പോൾ ഇത് തന്നെ പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം. അതോടൊപ്പം എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷനും പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഞാനിപ്പോൾ ഈ ഒരു കുപ്പിയാണ് എടുത്തിരുന്നത്. പാലുകുപ്പിയാണിത്. ഇരുമ്പ് കമ്പി ചൂടാക്കിയാണ് ഞാൻ ഈ പാലുകുപ്പിക്കെല്ലാം ഹോൾസ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ഒരേപോലെയുള്ള കുപ്പികളാണ് ഇത് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ ഹോൾസൊക്കെ ഇരുമ്പ് കമ്പി ചൂടാക്കി ഇടുമ്പം കുറേ കഷ്ടപ്പാടുണ്ട്, കുറേ സമയം എടുത്തൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം മൊത്തത്തിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. കാരണം ഇത്രയും ഭംഗിയുള്ള കാര്യങ്ങളാണല്ലോ ചെയ്തു വെച്ചത് എന്നുള്ളത് ഓർക്കുമ്പം. കാരണം ഞാനിപ്പോൾ പല വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ പല മെത്തേഡുകളിലാണ് വാണ്ടറിഞ്ചു ഞാൻ നട്ടിട്ടുള്ളത്. അപ്പോൾ ആ സാധനങ്ങളൊന്നും നടാനുള്ള കാര്യങ്ങളൊന്നും വീട്ടിലില്ലാത്തവർക്ക് എന്തായാലും പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ വീട്ടിൽ കാണുമല്ലോ. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആകും. ഈ പ്ലാന്റ് നടുമ്പോൾ വളങ്ങളൊക്കെ കൊടുക്കണോ എന്നൊക്കെ പല കമൻസും കണ്ടിരുന്നു. നമ്മൾ എല്ലാ പ്ലാന്റിനും കൊടുക്കുന്ന പോലെ ഈ പ്ലാന്റിന് ഒരിക്കലും നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്നാമതേ നമുക്കൊരു തലവേദന ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റാണ്. നന്നായി പടർന്നൊക്കെ വളരുന്ന പ്ലാന്റാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ വളം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഈ പ്ലാന്റ് ഇനി വളർന്നു വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്ന് പല കമൻസും കണ്ടിരുന്നു. സാധാരണ ഓരോ പ്ലാന്റ് വളർന്നു വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കില്ലേ, അതുപോലെ തന്നെ ഇതിനെയും കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ. പിന്നെ എല്ലാ ദിവസവും നമ്മൾ എല്ലാ പ്ലാന്റ്സിനും വെള്ളമൊക്കെ ഒഴിക്കാറുണ്ട്, രാവിലെയും വൈകുന്നേരം. എന്നാൽ ഈ പ്ലാന്റിന് ഇപ്പം 2 ദിവസം വരെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും അത് ഉണങ്ങിപ്പോകുക ഒന്നുമില്ല. ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കാത്തവർ തന്നെ കാണും. എന്നാൽ പോലും പെട്ടെന്നൊന്നും ഇല്ലാതായി പോകുന്നൊരു പ്ലാന്റ് അല്ല ഇത്. ഞാൻ മുൻപുള്ള വീഡിയോസിലൊക്കെ കനകമേൽ വളം കാണിച്ചായിരുന്നു, അത് ഉപയോഗിക്കുന്നതൊക്കെ കാണിച്ചായിരുന്നു. പക്ഷേ അത് പലർക്കും കിട്ടിയിട്ടില്ല. അങ്ങനെ വളം കിട്ടാത്തവർക്കും പിന്നെ ആ വളത്തെപ്പറ്റി അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യും ഉടനെ തന്നെ. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. ഈ ഒരു പ്ലാന്റ് ആകുമ്പോൾ നമുക്ക് നഴ്സറിയിലൊന്നും പോയിട്ട് ഒരുപാട് പൈസ ഒന്നും മുടക്കി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പറമ്പുകളിലും വീടിൻ്റെ പരിസരത്തും ഒക്കെ കാണുന്നൊരു പ്ലാന്റാണ്. ഇതിനെ ഈ ഒരു രീതിയിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുറ്റവും ഗാർഡനും എല്ലാം മൊത്തത്തിൽ ഫുൾ കളറാകും. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവട്ടെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക.